ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മളൊരു പുതിയ ക്രിസ്മസ് ഡെക്കറേഷൻ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. വളരെ സമയമൊന്നും എടുത്തിട്ടില്ല. വളരെ കുറച്ച് സമയത്തിൽ തന്നെ ഒരു ഉച്ച മുതൽ രാത്രി വരെ ടൈമിനുള്ളിൽ തന്നെ കംപ്ലീറ്റ് ചെയ്തൊരു ഡെക്കറേഷൻ വീഡിയോ ആണിത്. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യരുത്. സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുൾ വീഡിയോ കാണണം. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഷോപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഷോപ്പ്. വളരെ ദൂരമൊന്നുമില്ല. ഈ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ കുറേ ഐറ്റംസ് അവർ ഇറക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. കാരണം കഴിഞ്ഞ കൊല്ലം യൂസ് ചെയ്തതും പിന്നെ കഴിഞ്ഞ കൊല്ലം വാങ്ങിയതായ കുറേ ബാലൻസ് നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ വർക്ക് ചെയ്യുന്നതും നല്ലതായ സാധനങ്ങൾ മാത്രം യൂസ് ചെയ്തിട്ട് എക്സ്ട്രാ ആയ കുറച്ച് സാധനങ്ങൾ മാത്രമേ നമ്മൾ വാങ്ങിക്കുന്നുള്ളൂ. അതിൽ ക്രിസ്മസ് ട്രീ ആണ് മെയിൻ. കാരണം നമ്മൾ കഴിഞ്ഞ വട്ടം ക്രിസ്മസ് ട്രീ ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് മെയിനായിട്ട് ക്രിസ്മസ് ട്രീ തന്നെ വാങ്ങിക്കണം. അതുകൂടാതെ തന്നെ കുറച്ച് ലൈറ്റിങ്, കുറച്ച് ഈ ക്രിസ്മസ് ആകുമ്പോൾ കുറച്ച് ലൈറ്റെല്ലാം വേണം. അപ്പോൾ അതിൻ്റെ കുറച്ച് സാധനങ്ങൾ എക്സ്ട്രാ വാങ്ങിക്കേണ്ടതുണ്ട്. അപ്പോൾ കടയിൽ ഒരുപാട് ഐറ്റം ഉണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ സെലക്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ബോൾസ് നമ്മുടെ കയ്യിൽ ആവശ്യത്തിനുണ്ട്. റെഡ്, ബ്ലൂ എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കളർ മാത്രമാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇവിടെ കുറേ കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കുറേ ബൾക്കായിട്ട് എടുക്കുന്ന കുറച്ച് വിലയെല്ലാം കുറച്ച് കമ്മിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം അത് വില ഇടുമ്പോഴേ അറിയുള്ളൂ. നമുക്കൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഈ ഒരു മീഡിയം സൈസുള്ള ബോളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മുടെ ട്രീക്ക് വന്നിട്ടൊരു 107 സെന്റിമീറ്റർ ഹൈറ്റിനുള്ള ട്രീയാണ് നമ്മൾ കണ്ടുവച്ചിരിക്കുന്നത്. അപ്പോൾ ആ ട്രീക്ക് സ്യൂട്ടായ കുറച്ച് ബോൾസ് മാത്രമല്ല, മീഡിയം സൈസ്, സ്മോൾ സൈസ്. അല്ലാതെ വലുതായി കഴിഞ്ഞാൽ ട്രീ ഭയങ്കര ബോറായിരിക്കും കാണാൻ. അപ്പോൾ അതിലേക്ക് റെഡ്, വൈറ്റ്, ബ്ലൂ കോമ്പിനേഷൻ. ബ്ലൂ കുറച്ച് നമ്മുടെ ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ചേ ബ്ലൂ എടുക്കുന്നുള്ളൂ. ബാക്കി റെഡും വൈറ്റും പിന്നെ ഗോൾഡൻ കളറൊക്കെയാണ് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് LED ലൈറ്റ്സ് വെച്ചിട്ടുള്ള ഡെക്കറേഷനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ കുറച്ച് ഹാങ്ങിങ് ലൈറ്റ്സും നമ്മുടെ വീടിൻ്റെ ചുറ്റുപാടും കിളിക്കൂടും പിന്നെ കറിവേപ്പില മരത്തിൻ്റെ അതെല്ലാം കുറച്ച് ഹാങ്ങിങ് ലൈറ്റ്സും, അതുപോലെ തന്നെ പുൽക്കൂടായാലും ക്രിസ്മസ് ട്രീ ആയാലും അതെല്ലാം കുറച്ച് ഹാങ്ങിങ് ലൈറ്റ്സ് കൂടി വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം നന്നായിരിക്കും തോന്നി. അപ്പോൾ കുറച്ച് ഹാങ്ങിങ് ലൈറ്റ്സ് കൂടി നമ്മൾ വാങ്ങിക്കുന്നുണ്ട്. അതിൽ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള മാത്രം നോക്കിയിട്ടാണ് വാങ്ങിക്കുന്നത്. കണ്ടുപരിചയമുള്ളതൊന്നും വാങ്ങിക്കുന്നില്ല. കാരണം ഇതെല്ലാം കഴിഞ്ഞ കൊല്ലം വന്നതാണ്. അപ്പോൾ കുറച്ച് ഹാങ് ലൈറ്റ്സ് മാത്രം നമ്മൾ നല്ല കാണാൻ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളത് മാത്രം നമ്മൾ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റാർ പറയുന്നത് നമ്മൾ LED സ്റ്റാർ ആൾറെഡി വാങ്ങി നമ്മൾ വെച്ചിട്ടുണ്ട്. ഫസ്റ്റേ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റാർ ഒന്നും എടുക്കുന്നില്ല. ഇപ്പോൾ ഈ ഷോപ്പിൽ തന്നെ ഓൾറെഡി സ്റ്റാറിൻ്റെ സെലക്ഷൻ എല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ സ്റ്റാർ എല്ലാം ടോട്ടലി അവോയ്ഡ് ചെയ്യണം. സ്റ്റാറൊന്നും വേണ്ട. പിന്നെ LED ലൈറ്റ്സിൽ അറിയാമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആൾറെഡി നിലമ്പളുടെ ബർത്ത്ഡേക്ക് വേണ്ടി കുറേ LED ലൈറ്റ്സ് എല്ലാം വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഗോൾഡ് ആയാലും പിന്നെ മിക്സഡ് കളറായാലും ബ്ലൂ, പർപ്പിൾ, പിന്നെ പിങ്ക് കളർ നമ്മുടെ ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് വാം ലൈറ്റും പിന്നെ ഗോൾഡൻ കളറും പുൽക്കൂടിന് വെക്കാനുള്ളതും പിന്നെ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാനുള്ളതും പുതിയത് മാത്രം നമ്മൾ വാങ്ങിക്കുന്നുണ്ട്. കാരണം അത് വർക്കിംഗ് കണ്ടീഷൻ ആണെന്ന് അറിയില്ല. അപ്പോൾ അത് മാത്രം നമ്മൾ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ ക്രിസ്മസ് ട്രീ. 150 സെന്റിമീറ്ററിന്റെ നീളത്തിലുള്ള ക്രിസ്മസ് ട്രീ ആണ്. അപ്പോൾ നമ്മുടെ പർച്ചേസിങ് എല്ലാം ഫുൾ കംപ്ലീറ്റ് ആയി. അപ്പോൾ നമുക്ക് കിട്ടിയ സാധനങ്ങൾ നമ്മളെ ഒരു കവറിലാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ വീട്ടിൽ പോയിട്ടാണ് ബാക്കിയുള്ള പരിപാടി മുഴുവൻ നമ്മൾ നമുക്കായിട്ട് കാത്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വന്നിട്ട് കുറേ നേരമായി. അപ്പോൾ അവൾക്ക് എന്തെങ്കിലും തിന്നാൻ വാങ്ങിക്കാനുള്ളതുണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ കുറച്ച് ഡമ്മി ഗിഫ്റ്റ് ബോക്സ് പാക്ക് ചെയ്യാനുള്ള ഒരു പരിപാടിയിലാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഫുൾ ബോക്സ് എല്ലാം എടുത്ത് കളി തുടങ്ങി. അപ്പോൾ ഇതിന്ന് നമുക്ക് എത്ര ബോക്സ് കാലിയായിട്ട് ബാലൻസ് കിട്ടുമെന്നറിയില്ല. അപ്പോൾ ആ കിട്ടുന്ന ബോക്സ് വെച്ച് നമുക്ക് പാക്ക് ചെയ്യാം. പാക്കിംഗ് എല്ലാം കഴിഞ്ഞാൽ നില ബോക്സ്. അപ്പോൾ എനിക്കൊരു 5 ബോക്സ് പാക്ക് ചെയ്യാൻ പറ്റി. മിനിമം ഒരു 5 to 6 ബോക്സ് ആണ് നല്ലത്. വല്ല ഓവറായിട്ട് വലുപ്പവും പാടില്ല, കുറേ ചെറുതും പാടില്ല. മിക്സ് ആയിട്ടുള്ളൊരു ബോക്സ് ആണ് സെലക്ട് ചെയ്ത് അത് വെച്ച് നല്ല ഗിഫ്റ്റ് പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ക്രിസ്മസ് ട്രീ നമ്മൾ വാങ്ങി ക്രിസ്മസ് ട്രീ നമ്മൾ ഈ ഒരു ഏരിയയിലാണ് നമ്മളത് ലേഔട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ കോർണറിൽ ക്രിസ്മസ് ട്രീ, അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വന്നിട്ട് നമ്മൾ പുൽക്കൂടും പിന്നെ കുറച്ച് ലൈറ്റ് ഡെക്കറേഷൻ ചെയ്യാനാണ് പ്ലാന്. അപ്പോൾ ഇതാണ് ക്രിസ്മസ് ട്രീൻ്റെ ബോക്സ് നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെ കവറെല്ലാം ലേഔട്ട് ചെയ്ത്. അപ്പോൾ ഇതാണ് ടോട്ടൽ ഐറ്റം. അപ്പോൾ ഇത്ര ഐറ്റം വെച്ചിട്ടാണ് നമ്മൾ ഈ ഫുൾ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. അതുകൂടാതെ നമ്മുടെ ഓൾഡ് ആയിട്ട് കുറച്ച് ഐറ്റംസ് ഉണ്ട്, അതുകൂടി ആഡ് ചെയ്യും. അത് ഞാനിതിൽ കാണിച്ചിട്ടില്ല. അത് ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഡെക്കറേഷൻ തുടങ്ങാം.
അപ്പോൾ നിലമോളാണ് ഫുൾ ഐറ്റംസ്, ക്രിസ്മസ് ഡെക്കറേഷൻ ഐറ്റംസിൻ്റെ എല്ലാം ട്രാൻസ്പോർട്ടേഷൻ ഇൻചാർജ്. അപ്പോൾ അവളാണ് ഫുൾ ഐറ്റംസ് എനിക്ക് കൊണ്ടുതരുന്നത്. ഞാൻ വിചാരിച്ചു നിലമോള് ഫുള്ള് ട്രീന്നും സ്റ്റാർസും ബോൾസ് എല്ലാം എടുത്ത് വലിച്ച് താഴെന്ന്, പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഫുൾ കട്ടയ്ക്ക് സപ്പോർട്ട് തന്നെയായിരുന്നു. വലിയ ശല്യമൊന്നും ഉണ്ടായില്ല. വികൃതിയാണ്, പക്ഷെ അത്ര ശല്യമൊന്നും ഉണ്ടായില്ല. നമുക്ക് കാര്യമായിട്ട് തന്നെ ക്രിസ്മസ് ട്രീ ഡെക്കറേഷൻ ചെയ്യാൻ പറ്റി. അപ്പോൾ ക്രിസ്മസ് ട്രീൻ്റെ വർക്ക് ഏകദേശം ഫിനിഷായി. അപ്പോൾ നമുക്ക് അടുത്ത് പുൽക്കൂടാണ്. പുൽക്കൂട് വന്നിട്ട് ഫുൾ നിമ്മിയാണ് ഉണ്ടാക്കിയത്. വീടിൻ്റെ സൈഡിലുള്ള കുറേ പുല്ലും വൈക്കോലെല്ലാം എടുത്തിട്ട് ആമസോൺ, ഫ്ലിപ്കാർട്ടിന് വരുന്ന പഴയ പാർസൽ ബോക്സ് എല്ലാം കട്ട് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ അതിൽ നമ്മൾ ഹാങ് ലൈറ്റ്സ് വെക്കുന്നു പറഞ്ഞിരുന്നു. അപ്പോൾ ഹാങ് ലൈറ്റ്സ് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതുകൂടെ അതിൻ്റെ രൂപങ്ങളെല്ലാം തന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ വാങ്ങിയതാണ്. അപ്പോൾ ഇത് സെറ്റ് ചെയ്തെല്ലാം വന്നിട്ട് നിമ്മിയുടെ ഒരു ബുദ്ധിയാണ്. ഞാനിതിൽ ഇൻവോൾവ് ആയിട്ടില്ല. അപ്പോൾ നോക്കാം നമുക്ക് എങ്ങനെയുണ്ടെന്ന്. അടുത്ത് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ ബാക്കിയുള്ളത് വീടിൻ്റെ സൈഡിലുള്ള ഒരു കിളിക്കൂടും പിന്നെ അതിന് തൊട്ട് ചേർന്നിട്ടുള്ള ഒരു കറിവേപ്പില മരമാണ്. അപ്പോൾ ഈ മരത്തിൽ നമ്മൾ കുറേ LED ബൾബ്സ് എല്ലാം വെച്ചിട്ട് നമ്മൾ ലൈറ്റ് ഡെക്കറേഷൻ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമ്മൾ ഈ പോട്ട്സ് എല്ലാം വന്നിട്ട് നമ്മൾ ഹാങ്ങിങ് ലൈറ്റ്സിൻ്റെ കുറച്ച് LED ബൾബ്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നൈറ്റ് അത് കുറച്ച് വെറൈറ്റി ആയിരിക്കും തോന്നുന്നു. അതുപോലെ തന്നെ നമുക്ക് ചില്ലകളിലെല്ലാം വന്നിട്ട് മിക്സർ ലൈറ്റാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ ആ കറിവേപ്പില മരത്തിൻ്റെ താഴേക്ക് വന്നിട്ട് നമ്മൾ ഫുൾ ബ്ലൂ കളറിലെ LED ബൾബ്സാണ് നമ്മൾ ചുറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് കുറച്ച് നന്നായിരിക്കും തോന്നി, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ നമുക്ക് സ്റ്റാറിലേക്ക് പോവാം. അപ്പോൾ ഈ സ്റ്റാർ വന്നിട്ട് ഞാൻ അതിൽ കുറച്ച് LED ബൾബ് ഉള്ളിൽ വെച്ചിട്ടുണ്ട്. കാരണം ലൈറ്റ് കത്തുമ്പോൾ സ്റ്റാർ കുറച്ച് തിളങ്ങണമായിട്ട് തോന്നട്ടെ വിചാരിച്ചു. കാരണം പ്ലെയിൻ ആയിട്ടിരിക്കുന്ന കാലത്ത് കുറച്ച് ലൈറ്റ് കത്തുമ്പോൾ സ്റ്റാറിൻ്റെ ഉള്ളിൽ കുറച്ച് ലൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചൊരു വെറൈറ്റി ആവും തോന്നിയിട്ട് ഞാൻ കുറച്ച് LED ബൾബ്സ് അതിൻ്റെ ഉള്ളിൽ പ്ലേസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് നന്നായിട്ടുണ്ടാകും. അപ്പോൾ എല്ലാ വർക്കും കഴിഞ്ഞ് നിലമോള് ഫുൾ ഹാപ്പിയാണ്. നമ്മുടെ നിലമോളുടെ വികൃതി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി പരിപാടി ഉണ്ട്. അതുകൂടി കഴിഞ്ഞിട്ട് ഫൈനൽ എഡിറ്റിംഗ് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ടോട്ടൽ നമ്മൾ ഡെക്കറേറ്റ് ചെയ്തത്. അപ്പോൾ ഇത് നൈറ്റിൽ നമ്മൾ വേറെ ലെവലായിരിക്കും ലുക്ക്. അപ്പോൾ നമുക്ക് നൈറ്റിലെ വിഷ്വൽസ് നമുക്ക് കാണാം കേട്ടോ.